പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം. മതവികാരം വ്രണപ്പെട്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കും. കേസെടുത്തതിൽ പേടിയില്ലെന്ന് ഗാനരചയിതാവ്. കൊച്ചി. വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്ത നടപടിയോട് പ്രതികരിച്ച് ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള. തന്റെ ഗാനം മൂലം യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് മതവികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അയ്യപ്പനോട് പരാതി പറയുന്ന രീതിയിലാണ് താൻ വരികൾ എഴുതിയതെന്ന് കുഞ്ഞബ്ദുള്ള വിശദീകരിച്ചു. താനൊരു കോൺഗ്രസ്സുകാരനാണെന്നും പാർട്ടിയുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് ഉയർത്തേണ്ട രാഷ്ട്രീയമാണ് താൻ വരികളിലൂടെ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസെടുത്ത വാർത്ത കേട്ട് തനിക്ക് ഭയമില്ലെന്നും ഇതിൽ കേസെടുക്കേണ്ട കാര്യം എന്താണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മതവികാരവും വ്രണപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രചാരണത്തിനായി ഉപയോഗിച്ച പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് ഗാനരചയിതാവ് കുഞ്ഞുപിള്ള ഉൾപ്പെടെ 4 പേർക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. കുഞ്ഞുപിള്ളയാണ് കേസിലെ ഒന്നാം പ്രതി. കൂടാതെ ഡാനിഷ് മലപ്പുറം, CMS മീഡിയ, സുബൈർ പന്തല്ലൂർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതവികാരം വ്രണപ്പെടുത്തുകയും ഇരുവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിലാണ് കേസെടുത്തത്. FIRലെ പിഴവ് ഗാനരചയിതാവിൻ്റെ പേര് GP കുഞ്ഞബ്ദുള്ള എന്നാണെങ്കിലും പോലീസിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ FIR പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞുപിള്ള എന്ന. മതപരമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ ഗാനം പ്രചരിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളുടെ ഇത്തരം പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ പങ്കുവെക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൈബർ വിഭാഗം അറിയിച്ചു. അയ്യപ്പ ഭക്തി ഗാനത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് പാരഡി നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത് ഭക്തമനസ്സുകളെ വേദനിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി DGP രവാന്ദ്ര ചന്ദ്രശേഖരന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സമിതി ചെയർമാൻ K ഹരിദാസ് ആരോപിച്ചു. പരാതി നൽകിയത് സമിതിയല്ലെന്നും ചിലരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.